ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലിന് പിന്നാലെ നടപടികളിലേക്ക് കടന്ന് ദേവസ്വം ബോർഡ്. സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ ബോർഡ് തീരുമാനിച്ചു. തന്ത്രിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് അങ്ങനെ എഴുതിയതെന്ന് മുരാരി ന്യായീകരിച്ചു. സ്വർണം നഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറഞ്ഞ് ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 1999 വിജയ് മല്യ 1.56 കിലോഗ്രാം സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ 2019 ചെന്നൈയിലെത്തിയപ്പോൾ ചെമ്പുപാളി മാത്രമായതിൽ ദേവസ്വം ബോർഡ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഉരുണ്ടത് ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ തലയാണ്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ മുരാരിയുടെ പങ്ക് വ്യക്തമായതോടെയാണ് ബോർഡ് യോഗത്തിന്റെ തീരുമാനം. 2019 ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി ഉത്തരവിറക്കിയത് മുരാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന കാലഘട്ടത്തിലാണ്. ഇതേ മുരാരി എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന കാലയളവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറ്റകുറ്റപ്പണിക്ക് ദ്വാരപാലക ശില്പം വിട്ടുകൊടുക്കണമെന്ന് റിപ്പോർട്ട് നൽകിയത്. 2 ഘട്ടങ്ങളിലെയും വീഴ്ച കണക്കിലെടുത്താണ് സസ്പെൻഷൻ. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണറാണ്. നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ്, മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജു എന്നിവരുടെ പെൻഷനാനുകൂല്യം തടയുന്നതിൽ വിജിലൻസ് എസ്പിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും തീരുമാനം. അച്ചടക്ക നടപടി അംഗീകരിക്കുന്നുവെന്ന് മുരാരി പ്രതികരിച്ചു. തന്ത്രിയുടെ കത്ത് വാങ്ങി റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാനത് എഴുതിയത് ചെമ്പുപാളി എന്നാണ് എഴുതിയത്. എന്തുകൊണ്ട് എഴുതി? അത് ചെമ്പുപാളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നല്ലേ. ഞാൻ വേറെന്തെങ്കിലും പാളിന്ന് എഴുതിയാൽ അത് ഞാൻ അതിന് സമാനം പറയണ്ടേ? ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഒരു തരിയില്ലാതെ മോഷ്ടിച്ചുവെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് റിപ്പോർട്ട് പ്രകാരം പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി ഉത്തരവിലെയും കണ്ടെത്തൽ. സ്വർണം പൊതിഞ്ഞ ശില്പങ്ങൾ ആരെങ്കിലും വിറ്റിരിക്കാനുള്ള സാധ്യത പോലുമുണ്ടെന്നാണ് ഹൈക്കോടതി പരാമർശം. സ്വർണത്തെ ചെമ്പായി രേഖപ്പെടുത്തിയതിലും 2019 അധികാരികളുടെ അസാന്നിധ്യത്തിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിലും വീഴ്ച സംഭവിച്ചു എന്ന് ബോർഡും തുറന്നു സമ്മതിക്കുന്നു. ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാരെങ്കിലും ഉത്തരവാദിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഉന്നതനായാലും ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ശക്തമായ നടപടികൾ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഹൈക്കോടതി ഉത്തരവിലെ നിർണായക നിഗമനങ്ങൾ പുറത്തു വന്നതോടെ പഴിചാരൽ പരമ്പരയാണ് അരങ്ങേറുന്നത്. സ്വർണം കുറഞ്ഞതിൽ മറുപടി പറയേണ്ടത് തിരുവാഭരണം കമ്മീഷണറാണ് എന്നാണ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പഴിചാരൽ. വിജയ് മല്യയുടെ ജീവനക്കാരിലും പത്മകുമാർ സംശയം പ്രകടിപ്പിച്ചു. വിജയ് മല്യ ചുമതലപ്പെടുത്തിയ അന്ന് സ്വർണ്ണപ്പാളി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചുമതലപ്പെടുത്തിയവര് ഇപ്പൊ കിലോ കണക്കിന് സ്വർണത്തിന്റെയൊക്കെ കണക്ക് പറയുകയാണ്. അതും പരിശോധിക്കട്ടെ. 98 96 ഏത് കാലം മുതലാണോ അവിടെ പ്രശ്നങ്ങളുള്ളത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടുകൂടി തന്നെ അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ദ്വാരപാലക ശില്പത്തിലേത് ചെമ്പുപാളിയെന്ന് 2019 രേഖപ്പെടുത്തിയത് ശബരിമല തന്ത്രിയുടെ റിപ്പോർട്ട് പ്രകാരമെന്ന് മുരാരി ബാബു പഴിചാരുന്നു. ശില്പത്തിൽ പൂശിയ സ്വർണം മാറി ചെമ്പ് തെളിഞ്ഞിരുന്നു എന്നും മുരാരി ന്യായീകരിച്ചു. ആദ്യമേ ഞാൻ കൊടുത്ത റിപ്പോർട്ടിനകത്ത് അതിനകത്ത് ചെമ്പ് പാളികളെന്ന് എഴുതാനുള്ള കാരണം തന്ത്രി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർണം പൂശിയത് തെളിഞ്ഞ് ചെമ്പായിട്ടുള്ളത് വീണ്ടും പൂശാൻ അനുവദിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ആ ചെമ്പ് പാളികൾ പൂശണമെന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്കിൽ താൻ മാത്രമല്ല കുറ്റക്കാരൻ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലപാട്. സ്വർണം നഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. സാധാരണക്കാരനായ തനിക്ക് മാത്രമായി ഇത്ര ചെയ്യാനാകുമോ എന്ന് ചോദിച്ച് ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടുന്നു പോറ്റി. സ്വർണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ സ്വർണം അല്ലെങ്കിൽ ചെമ്പും സ്വർണവും കൂടെ ഞാൻ ഇതിൽ ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും ഉണ്ടല്ലോ ഉത്തരവാദിത്തം. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ഇതൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പവറുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾക്കും കണ്ടെത്താലോ ഞാൻ ഇന്നമാതിരി അവിടെ കൊണ്ടുവന്ന് ഒരുക്കിയോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കും. സാധാരണക്കാരനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? 2019 ഡിസംബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 മെയിലുകൾ അയച്ചിരുന്നുവെന്ന് മുൻ പ്രസിഡന്റ് എൻ വാസു സമ്മതിച്ചു. പൂശിയതിന്റെ ബാക്കി സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടി. തിരുവാഭരണ കമ്മീഷണറോട് അഭിപ്രായവും ചോദിച്ചു. പോറ്റിയുടെ സ്വന്തം സ്വർണമെന്നാണ് കരുതിയതെന്ന് എൻ വാസു ന്യായീകരിച്ചു.
എനിക്ക് അയാളുമായിട്ട് ഇത് ഇയാൾ നേരിട്ടുകൊണ്ട് തന്നതുമല്ല, എങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കായിരുന്നു താൻ എന്തിനാ ഇതും കൊണ്ട് ഇവിടെ വന്നത്. ഇതൊരു ഇമെയിൽ അയച്ചു. ഈ ഇമെയിൽ അയച്ചപ്പോൾ ഞാൻ എന്റെ പേന കൊണ്ട് സാധാരണ എല്ലാ തപാലിലും എഴുതുന്ന പോലെ ഒരു അഭിപ്രായം. അതില് ഞാൻ ഉറച്ചു പറയുന്നു, അതിൽ യാതൊരു തെറ്റുമില്ല. അതെവിടെയും പറയാനും ബോധ്യപ്പെടുത്താനും. സ്വർണ്ണപ്പാളി കവർച്ചയിലെ സൂക്ഷ്മ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്തെ ഭരണസമിതിയാണ് പ്രതിസ്ഥാനത്താകുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.